ഹൈമകൾ കണ്ടില്ലേ, ടെന്റുകൾ. ആ ടെന്റിൽ നിന്ന് ജംറയിലേക്ക് പോകും. എന്നിട്ട് ജംറയിൽ ഈ കല്ലുണ്ട്, അതായത് അങ്ങോട്ടേക്ക് ഇതിങ്ങനെ കള്ളിയായി കിടന്നില്ലേ, അതിലേക്ക് ഇങ്ങനെ കല്ലേറ് നടത്തുന്നത്. 3 ഘട്ടങ്ങളാണ്. ഒന്ന്, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇബ്ലീസിനെ ഓടിച്ചു. മകനെ അറക്കാൻ വേണ്ടി പോവുകയാണ്. തടഞ്ഞിട്ടില്ലെങ്കിൽ മകനെ അറക്കും. അതുകൊണ്ട് കത്തിയും കയറുമായിട്ട് പോകുന്ന ഇബ്രാഹിമിനെ നീ തടയണമെന്ന് ഹാജറ ബീവിയോട് ഈ മനുഷ്യരൂപത്തിൽ വന്ന ഇബ്ലീസ് വലിയ വേഷപ്രച്ഛന്നനായിട്ടാണ് വന്നത്. വേഷം മാറിയിട്ട് വലിയൊരു ആലിമിന്റെ രൂപത്തിലാണ് വന്നത്. ഇതുപോലെ ചില ഇബ്ലീസുകൾ ഉണ്ടാവും, മനുഷ്യരെ വലിയ ആലിമിന്റെ രൂപത്തിൽ വന്നിട്ട് നമ്മളെ വസവാസാക്കുന്നത്. അങ്ങനത്തെ അവരുടെ ഷറിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്ലീസ് വേഷം മാറി വന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക. നമ്മളൊരു മലന്റെ ഉള്ളിലേക്ക് കൂടി പോയി യാത്ര ചെയ്ത് കണ്ടില്ലേ, മല കടന്നിട്ടാണ് റോഡുണ്ടാക്കിയത്. അങ്ങനെ ഹാജറ ബീവി കല്ലെറിഞ്ഞ് ഓടിച്ചു. ഭർത്താവിനെ കുറിച്ച് പറയുന്നവനെ അവൻ പിശാചാണെന്ന് മനസ്സിലാക്കി ഹാജറ ബീവി കല്ലെറിഞ്ഞു. ഏറ്റവും വലിയ പണക്കാരത്തിയാണ് ആര്? ഖദീജ ബീവി. അതുകൊണ്ട് തന്നെ അന്നത്തെ അറേബ്യയിൽ ഉണ്ടായിരുന്ന വലിയ വലിയ തറവാട്ടുകാർ, വലിയ വലിയ പ്രമാണിമാരും വിവാഹാന്വേഷണം നടത്തിയിരുന്നു ഖദീജ ബീവി. പക്ഷെ ഖദീജ ബീവി സമ്മതിച്ചിട്ടില്ല. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത ബോധ്യപ്പെട്ടപ്പോഴാണ് റസൂലുള്ളാഹിനെ അങ്ങോട്ട് വിവാഹാന്വേഷണം നടത്തിയത്. അബൂ താലിബിനോട് അന്വേഷിച്ച് അബൂ താലിബ് മുമ്പിൽ നിന്നിട്ട് കല്യാണം നടത്തി കൊടുത്തു. ആ അബൂ താലിബും ഖദീജ ബീവിയും വഫാത്തായ വർഷത്തിനെയാണ് ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദുഃഖവർഷം എന്ന് പറഞ്ഞാൽ അബൂ താലിബും മരിച്ചു, അതേ വർഷത്തിൽ തന്നെയാണ് ആരും മരിക്കുന്നത്, ഖദീജ ബീവി. ഖദീജ ബീവി മരിച്ച അതേ വർഷത്തിൽ തന്നെയാണ് അബൂ താലിബും മരിക്കുന്നത്. ഖദീജ ബീവിയാണ് സ്ത്രീകളിൽ നിന്ന് ഏറ്റവും ആദ്യം തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടം വെച്ച് മുസ്ലിമായി സംരക്ഷണം നൽകിയ എല്ലാം സമ്പത്ത് കൊടുത്തിട്ട് ദീനിനെ സഹായിച്ചാണ്. അബൂ താലിബ് എത്ര കൊല്ലം സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം? 40 കൊല്ലം. 40 കൊല്ലം നബിത്തങ്ങൾക്ക് സംരക്ഷണം നൽകിയ ആളാണ് അബൂ താലിബ്. അത്ര ഉമ്മ സംരക്ഷണം നൽകിയത് 2 വയസ്സ് വരെ ഹലീമ ബീവിയുടെ സംരക്ഷണത്തിലായിരുന്നു. 2 വയസ്സ് മുലപ്പാൽ 2 വർഷം കൊടുത്തു. പിന്നെയും 2 കൊല്ലം, 4 കൊല്ലം ഹലീമ ബീവിയുടെ സംരക്ഷണത്തിലായിരുന്നു ആര്? മുഹമ്മദ് മുസ്തഫ. നബിത്തങ്ങൾ ജനിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു. അബ്ദുള്ള ജനിക്കുന്നതിൻ്റെ 6 മാസം മുമ്പ് തന്നെ ഉപ്പ മരിച്ചു. പിന്നെ ഉമ്മ മുലപ്പാൽ കൊടുക്കാൻ അന്ന് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങളെ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കും. കാരണം ഗ്രാമങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾ മുല കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല ആരോഗ്യം കിട്ടും, നല്ല ബുദ്ധിശക്തി കിട്ടും. ഈ മുലപ്പാലിൻ്റെ പ്രധാന ഘടകം ഈ മുല കൊടുക്കുന്ന സ്ത്രീകൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ടായിരിക്കും കുട്ടിയുടെ സ്വഭാവവും കുട്ടിയുടെ ആരോഗ്യവും മെച്ചപ്പെടലെല്ലാം ഉണ്ടാകും.
حجي موف Kita pernah terlihat tapi masuk ringin. Lalu sal kita lona. Rupiah.
വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ റസൂൽ വിശ്രമിച്ചിരുന്നു. ആ വിശ്രമിച്ച സ്ഥലത്ത് പിന്നീട് വന്ന പള്ളിയാണ് അത്. ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഹൗദ് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് വരെയും ആ ഹൗദിന്റെ ഭാഗം അങ്ങനെ തന്നെ കല്ല് കെട്ടിയിട്ട് അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നു. ബദർ യുദ്ധം നടന്ന സ്ഥലമാണ്. അതിന്റെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിണറുണ്ട്. മലക്കുകൾ ഇറങ്ങിയ പർവ്വതമായതുകൊണ്ടാണ് ജബൽ മലായിക്കാന്ന് പേര് വന്നത് അല്ലേ? ഇന്നും അതിൻ്റെ പ്രൗഢിയോടുകൂടി അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. യജമാനന്റെ സഹോദരപുത്രൻ അടിമകളെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അടിമയാണെന്ന് പറഞ്ഞപ്പം തന്നെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചു. കാരണം അടിമക്ക് നിസ്കരിക്കണ്ടിക്കലോ ദൈവത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും യജമാനന്റെ സമ്മതം വേണം, അല്ലാണ്ട് ഒന്നും നടക്കൂല. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചു. ഇങ്ങനെ കാലങ്ങളോളം ജോലി ചെയ്ത് മരത്തിന്റെ മുകളിൽ നിന്ന് നബിതങ്ങൾ ഇവിടെ ഇരുന്നത് പന്തൽ കെട്ടിയിട്ട് നബിതങ്ങൾ ഇവിടെ ഇരുത്തി എന്ന് പറഞ്ഞില്ലേ? ആ പന്തൽ കെട്ടിയെടുത്താണ് ഈ പള്ളി വന്നത് എന്നും പറഞ്ഞില്ലേ? അപ്പൊ ആ പന്തലിന്റെ അടുക്ക് നബിസ്വ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അലി റളിയല്ലാഹു അൻഹു ഇടക്ക് ഓടി വന്നിങ്ങനെ നോക്കും നബിന്റെ അവസ്ഥ എന്താണ് നോക്കിയിട്ട്. അപ്പോൾ ഓടി വന്ന് നോക്കുമ്പോൾ നബി സുജൂദിലിട്ട് കടന്നിങ്ങനെ സുജൂദിലായിട്ട് ഇങ്ങനെ കരയുക. എന്നിട്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്ന ദിക്റാണ് ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആലം യാ ഹയ്യു യാ ഖയ്യൂം ആണ് എന്നും പറയപ്പെടുന്നു. മനസ്സിലായോ? ഏറ്റവും അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും പവിത്രമായ നാമമാണ്, ഏറ്റവും മഹത്തുള്ള നാമമാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയപ്പെടുന്നത്. കാരണം ബദറിൽ റസൂലുള്ളാഹി വിളിച്ചത് ആ പേരാണ്, യാ ഹയ്യു യാ ഖയ്യൂം. നമ്മൾ കാബന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാബന്റെ ആ കില്ലന്റെ മുകളിൽ എഴുതി വെച്ചത് കാണാം. കുറേ പേരുകളുണ്ട്, അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ അള്ളാഹുവിന്റെ യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ള പേര് അവിടെ എഴുതി വെച്ച് കാണാം. കണ്ടിട്ടില്ലേ കാബന്റെ മുകളിൽ? അപ്പൊ യാ ഹയ്യു യാ ഖയ്യൂം എന്ന പേര് വിളിച്ചിട്ടാണ് റസൂലുള്ളാഹി ദുആ ചെയ്തത്. റസൂലുള്ളാഹി ദുആ ചെയ്തത് ഇങ്ങനെയാണ്: അള്ളാഹുവേ, ഈ ബദറിലെങ്ങാനും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടാൽ നിന്നെ ആരാധിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരു ശക്തി ഉണ്ടാവൂല, ഒരാളും ഉണ്ടാവൂല. അപ്പം ബദറിലെ ശുഹദാക്കൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്ന അമലിന്റെ എല്ലാത്തിന്റെയും പ്രതിഫലം ആർക്ക് കിട്ടും? ബദർ ശുഹദാക്കൾക്ക് കിട്ടും. കാരണം അവരില്ലായിരുന്നെങ്കിൽ ലോകത്ത് എന്തുണ്ടാവില്ല? ഇസ്ലാം ഉണ്ടാവില്ല, മുസ്ലിങ്ങളും ഉണ്ടാവില്ല. അപ്പം ബദരീങ്ങൾക്കാണ് നമ്മളെല്ലാം ദീന് പഠിച്ചതും ദീന് അമല് ചെയ്യുന്നതും എല്ലാം ആര് നമ്മളിലേക്ക് കൈമാറിയതാണ്? അവരുടെ ജീവൻ കൊടുത്തിട്ട് നമ്മളിലേക്ക് കൈമാറിയ ദീനാണ് ഇന്ന് നമ്മളെ കൈമലുള്ളത്.
ആ ദീന് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പന്ത് കെട്ടുന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത്. നിസ്കാരവും ശരിയില്ല, നോമ്പും ശരിയില്ല, അമലുകൾക്കൊന്നും ഒരു വിലയില്ല, ഖുർആനും മഹത്വമില്ല, ഒന്നുമില്ലാതെ എല്ലാത്തിൻ്റെയും ബഹുമാനം നഷ്ടപ്പെട്ട ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറിയത് ഇങ്ങനെയുള്ള ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പം ബദർ യുദ്ധം നടന്ന സ്ഥലം കാണാൻ നമുക്ക് കഴിഞ്ഞു. അല്ലാഹു തആല നമ്മുടെ അമൽ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇവിടെയൊക്കെ നമ്മൾ വരുന്നതിന്റെ പിന്നിൽ അവരോടുള്ള മഹബത്ത് മാത്രമാണ്. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله